ജുവൈരിയ മാത്രമേ ഉള്ളൂ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. വേറെ ആരാ വന്നേ? ഐനം ജുവൈരിയ ഉണ്ട് അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. ജുവൈരിയ മാഷാല്ലാ റെഡി ആയോ? ഫസ്റ്റ് തന്നെ റെഡി ആയിട്ടുണ്ടല്ലോ. ഐനം ജുവൈരിയ ഒന്നും ഐനം വന്നില്ല. അതിനെന്താ ഓഫ് ചെയ്ത ക്യാമറ? ക്യാമറ ഒന്ന് റെഡി ആവണില്ല, നോക്കട്ടെ. തന്നെ ക്യാമറ ഒന്നാക്കണം. പിന്നെ അതുപോലെ ജുവൈരിയ ഹോംവർക്ക് എഴുതി വെക്കോ? അടിപൊളി. ബുദ്ധിമുട്ടുണ്ടോ എഴുതാന്? ഇല്ല മാഷാല്ലാ. ഇവിടെ എന്താ എനിക്ക് അയച്ചു തരാതിരുന്നേ? അയച്ചു തന്നില്ലല്ലോ, ഞാൻ കണ്ടില്ല. എന്റെ ഇതിലോട്ട് അയച്ചു തന്നില്ലോ. ഇപ്പൊ വൈകിട്ട് എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ എഴുതി കഴിഞ്ഞാല് എന്റെ ഇതിലോട്ട് അയച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ നോക്കണ്ട. ഓക്കെ മാഷാല്ലാ. ഇന്നലെ അവള് എഴുതിയതൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ എവിടെ പോയി? ഇനിയിപ്പോ ഓഫ് ചെയ്യും. Assalamualaikum warahmatullahi wabarakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ റെഡി ആയി വന്നോ? ഐഷ ജന്ന അല്ലേ? യെസ് മാഷാല്ലാ ബറക്കല്ലാഹ്. ഐഷ ജന്ന എഴുതിയാ? ഹോംവർക്കൊക്കെ എഴുതിയാ? ഹോംവർക്ക് എഴുതിയാ? എന്നിട്ട് എന്താ അയച്ചു തരാതിരുന്നേ? എന്താ എഴുതിയാലും എടുത്ത് അയച്ചു തരണം കേട്ടോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഐനം എത്തിയോ? എവിടെയായിരുന്നു? ഞാൻ നേരത്തെ റെഡിയായി. നിങ്ങളൊക്കെ എവിടെ പോയി? ഹോംവർക്ക് എഴുതിയോ? ക്യാമറന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ അതെങ്ങനെ? ഓക്കെ എനിക്കും ഒന്ന് പോയി. എന്റേതും ഒന്ന് പോയിരുന്നു അല്ലേ? ഐനം പലരിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. ഐനമിനെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നല്ലോ. ഓക്കെ ഐനം എന്തേ പറഞ്ഞു? ഹോംവർക്ക് എഴുതിയാ?
കഴിഞ്ഞ ക്ലാസ്സിലെ അവള് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല അവള് ഉറങ്ങിപ്പോയിന്ന്. ആ ഓക്കെ 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 അവളെ ക്ലാസ്സിൽ അപ്പൊ അവൾക്ക് ഫസ്റ്റ് ആണ്. അപ്പൊ എന്താന്നുള്ളതൊരു ഓക്കെ. വീഡിയോ എത്തിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആദ്യത്തെ 5 മിനിറ്റ് ഫസ്റ്റ് മുതലൊന്ന് പിന്നെ റിവേഴ്സ് ചെയ്യും. അപ്പോ ശരിയായിക്കോളൂ കേട്ടോ. ഇൻഷാല്ലാ. അത് പറഞ്ഞു ഇന്നലെ. ഓക്കെ. നമുക്ക് 3 ബാച്ച് ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ഇങ്ങോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോ ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. ഇനി വരട്ടെ കേട്ടോ, അവര് വന്നോട്ടെ. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 1 2 3 പേര് വന്നിട്ടുണ്ട്. ഒരാള് ലീവാണ്, ഒരാള് ലീവ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ വരട്ടെ കേട്ടോ. ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അപ്പൊ നമ്മൾ എന്തായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഞാനൊന്ന് ആദ്യം മുതൽ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോവാം. നോട്ട് ബുക്ക് ഒന്നും എടുക്കണ്ട, ഞാൻ പറയുന്നത് നോക്കിയാൽ മതി. അതിനും ശ്രദ്ധിക്കട്ടെ, അന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നോക്ക് സ്ക്രീനിലേക്ക്. ഇതെന്താണ് അങ്ങനെ നോക്കാം. ഓക്കെ. നമ്മള് 7ാമത്തെ പേജ് അല്ലായിരുന്നോ ആദ്യം നമ്മൾ ചെയ്തത്? 7ാമത്തെ പേജാണ് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ഇന്നലെ ചെയ്തത് ഒന്ന് ഇപ്പോ സ്ക്രീൻ നന്നായി കാണുന്നില്ലേ? ഓക്കെ. ഇതും കൂടി ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇത് കുറേ സ്ക്രീൻ ആയതുകൊണ്ടേ നിങ്ങളൊരു ഭാഗത്തേക്ക് വെക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മള് എന്റെ പെണ്ണെവിടെ? അപ്പൊ നമ്മള് ആദ്യം 7ാമത്തെ പേജിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? നമ്മളൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും അതിനെ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ എന്നും നമ്മൾ ആദ്യം റിവേഴ്സ് ചെയ്യും കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ എന്താ ബേസ് ലൈന് 3ാമത്തെ ലൈനാണ്. ബേസ് ലൈന് നമ്മൾ എഴുതുമ്പോ 3ാമത്തെ ലൈനിലല്ലേ എഴുതണ്ടേ? ആദ്യം നമ്മൾ എന്താണ് ചെറിയ തോണി വരക്കാൻ പഠിച്ചു അല്ലേ? ഇങ്ങനെ തോണി വരച്ചു അല്ലേ? ഇങ്ങനെ ചെറിയ ചെറിയ തോണികൾ വരച്ച് പഠിച്ചു. അതായത് അറബി ഭാഷ നമ്മൾ എപ്പോഴും വലതു ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ് എഴുതുക. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ അത് നമ്മൾ ഇതാ വലതു ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ഈ പിന്നെ ഇത് വരെ ഫുള്ളായിട്ട് വരക്കണം കേട്ടോ. ഈ തല വരെ വരക്കണം കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ ഹോംവർക്ക് അയക്കേണ്ടത്. ഇത് ഫുള്ളായിട്ട് വരക്കണം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇതാണ് ഫസ്റ്റ് പഠിച്ചത്. അത് ഇനി വീഡിയോ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതിനും എന്നാലിപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആദ്യത്തെ 2 കഴിഞ്ഞ് മൂന്നാമത്തേതാണ് നമ്മൾ എഴുതുന്ന ലൈൻ കേട്ടോ. പിന്നെ ഒരു ലൈൻ കഴിയുമ്പോൾ 4 വരി കഴിഞ്ഞ് പിന്നെയും 2 വരി കഴിഞ്ഞ് മൂന്നാമത്തെ. ഇവിടെ ഇത്തിരി ഒരു ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ? അവിടെയാണ് അടുത്തത് എഴുതേണ്ടത്. അങ്ങനെ നമ്മളൊരു 9 വരി ഉണ്ടായിരിക്കും. അപ്പൊ അത് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് വേണം ഹോംവർക്ക് അയക്കാൻ. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് അടുത്തത് വരച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പേജ് പഠിച്ചത്. ഓക്കെ. അടുത്ത പേജ് റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അവിടെ നമ്മൾ എന്താ പഠിച്ച? 8ാമത്തെ പേജിൽ വലത്തുനിന്നിടത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അതിനും പിന്നെ എഴുതാം കേട്ടോ. ഇപ്പൊ മോള് എങ്ങനെയാണ് ടീച്ചർ വരക്കണെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഹോംവർക്ക് ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ. അത് പിന്നീട് നമ്മൾ എഴുതി വീഡിയോ കണ്ടിട്ട് എഴുതാം. ഇപ്പൊ അങ്ങനെ എന്താ എഴുതുന്നതെന്നൊന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു തോണിയല്ല വരച്ചേ, ഇത് ഒരുമിച്ച് കുറച്ച്
കണ്ടിന്യൂസ് ആയിട്ട് തോണി വരക്കുക. അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഇതിങ്ങനെ തോണി വരക്കണത് എന്താണെന്നറിയോ? നമുക്ക് ഇത് വെച്ചിട്ട് കുറെ അറബി അക്ഷരങ്ങൾ എഴുതാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ഇപ്പൊ ഇതിങ്ങനെ നോക്കിയാൽ മതി, എന്താണ് ചെയ്യണേന്ന് ഒന്നിങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇതൊക്കെയാണ് ഇന്നലെ പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസമല്ലേ, അപ്പൊ വേഗം നിർത്തുക ചെയ്ത്. അങ്ങനെ വളരെ കുറച്ച് തന്നെ ഉസ്താദ് പരിചയപ്പെട്ടിരുന്നു ഫസ്റ്റ് എല്ലാവരെയും. ഉസ്താദിനെ കണ്ടില്ല എല്ലാവരും? ഉസ്താദ് പറഞ്ഞിരുന്നില്ലേ, അത് ഫസ്റ്റ് എഴുതുമ്പോ ബിസ്മില്ല എഴുതണം പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് രണ്ടാമത്തെ കേട്ടോ. വലതു ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തോട്ട് ഇങ്ങനെ തോണി വരക്കുക. അതിങ്ങനെ ഈ ലൈനില്, അതുപോലെ ഇതിങ്ങനെ ഓരോ ലൈനിലും 9 ലൈനിലും വരക്കുക. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞേ? ഒന്ന്, ഒരുപാട് ഇത് കാൽ ഭാഗത്തുള്ളൂല്ലോ, നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എഴുതുമ്പോൾ അതുപോലെ ഇങ്ങനെ താഴോട്ട് ചെയ്യരുത്. ലൈനിന്റെ കാൽ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ എഴുതരുത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലൈൻ എടുക്കാം അല്ലെ. അടുത്ത ലൈനല്ല, അടുത്ത പേജ്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ജുവൈരിയ പഠിച്ചിട്ടില്ലല്ലോ ഇത്? ഇല്ലല്ലോ, ഈ പേജ് പഠിച്ചിട്ടില്ലല്ലോ. ഇന്ന് നമുക്കിത് പഠിക്കാം കേട്ടോ. ഇത് ഏത് 9ാമത്തെ പേജായിരിക്കും. ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്, ആയിഷജനക്ക് ഓർമ്മയില്ലേ ഇന്നലെ എടുത്തത് എന്തൊക്കെയാ അല്ലേ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. വെരി ഗുഡ്. അപ്പൊ ഇതില് നമുക്ക് ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ്. ക്ലോക്ക് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ക്ലോക്കിൽ ശ്രദ്ധിച്ചിരിക്കണം. ക്ലോക്കിലെ സൂചി എങ്ങനെയാണ് കറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ക്ലോക്കിലെ സൂചി എങ്ങനെയാണ്? ആദ്യം ഇവിടെ ഒരു 12 ഉണ്ടാവും, ഇവിടെ ഒരു 3 ഉണ്ടാവും, ഇവിടെ ഒരു 6 ഉണ്ടാവും, ഇവിടെ ഒരു 9 ഉണ്ടാവും. എന്നിട്ട് സൂചി എങ്ങനെ കറങ്ങുക? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ 3ലോട്ട് എത്തും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട്, ഇപ്പൊ എല്ലാവരും ഇതിലോട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് 6ൽ നിന്ന് ഇങ്ങനെ പോയിട്ട് 9ലോട്ട് വരും, 9ൽ നിന്ന് ഇങ്ങനെ 12ലോട്ട് വരും. ഇങ്ങനെയല്ലേ ക്ലോക്കിൽ സൂചി കറങ്ങുന്നത്? ഇങ്ങനെ എഴുതുന്ന കുറച്ച് അക്ഷരങ്ങളുണ്ട് അറബിയിൽ. അപ്പൊ നമുക്ക് ഇത് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്, ആ ക്ലോക്ക് കറങ്ങുന്ന പോലെ റൗണ്ടിലൊന്ന് എഴുതി വെക്കുക. തുടർച്ചയായിട്ട് എഴുതുന്നതിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ. അതൊന്ന് നമ്മൾക്ക് വലതു ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തേക്ക് എങ്ങനെയാണ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓരോ ഷേപ്പുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ അതെങ്ങനെയെന്ന് പറഞ്ഞിട്ട്, അത് ചിലപ്പോ ആദ്യം എഴുതുമ്പോൾ നമുക്ക് തപ്പലൊക്കെ ഉണ്ടാവും, പിന്നെ ശരിയായിക്കോളൂ കേട്ടോ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന പോലെയാണ് ഇത് എഴുതുക. ഇത് എഴുതാൻ നമ്മൾ ഈ 3ാമത്തെ ലൈന് മാത്രമല്ല 2ാമത്തെ ലൈനിന് വരെ മുട്ടിച്ചിട്ടാണ് എഴുതുക കേട്ടോ. ഫസ്റ്റില് ബിസ്മില്ല, ഇങ്ങനെ 12 ഇങ്ങനെ 3ലോട്ട് വന്നു, 3 ഇങ്ങനെ 6ലോട്ട് വന്നു, പിന്നെ 9ലോട്ട് വന്നു, വീണ്ടും ഇങ്ങനെ 12ലോട്ട് വന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് കിട്ടും. മലയാളത്തില് യാ തിരിച്ചിട്ട പോലെയൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു അക്ഷരം ഉണ്ട് മലയാളത്തില്. അതുപോലെ ഇങ്ങനെ വന്ന് പുറത്തേട്ട് വന്നിട്ട് വീണ്ടും ഇപ്പൊ നമ്മൾ വീണ്ടും 6ലൂടെ ഇങ്ങനെ വന്ന്, പിന്നെ 9ലൂടെ ഇങ്ങനെ പോയി, 12ലൂടെ വീണ്ടും 3ലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുന്നതിനാണ് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് എന്ന് പറയാം. ഇങ്ങനെ റൗണ്ടിൽ വരണം. എന്റെ എഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊരു പെന്ന് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതാം. എപ്പോഴും നമ്മള് ക്ലോക്കിലെ സൂചി പോകുന്നത് പോലെ ഇതാ ഇപ്പോ 6ൽ നിന്ന് ഇങ്ങനെ വന്നു, 9ലൂടെ അങ്ങനെ 12ലൂടെ വന്നു, വീണ്ടും ഇങ്ങനെ വന്നു. അപ്പൊ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ എഴുതുക. അത് കുറച്ച് കഴിയുമ്പോ അങ്ങനെ പ്രാക്ടീസ് ആയിക്കോളും. ഇതാണ് നമ്മൾ ഈ പേജിൽ ചെയ്യേണ്ട വർക്ക്. ഫസ്റ്റിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ വന്നിട്ട്, ഇത് ആയിഷ
ആയിഷ അതിനൊന്നും ഇങ്ങോട്ട് നോക്കൂ. ജുവൈര് നല്ല കുട്ടിയായിട്ട് ഇതിലോട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ജുവൈര് വേഗം എഴുതാൻ പഠിക്കും. അപ്പൊ ഫസ്റ്റില് മാത്രമാണ് കേട്ടോ ഉള്ളിൽ കൂടി വരുന്നത്, ഉള്ളിലൂടെ എടുക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ റൗണ്ട് മാത്രം എടുക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത പേജിൽ ഒന്നും കൂടി എഴുതരാം. അപ്പൊ അതാ 12-ലൊന്ന് നമ്മൾ ഇങ്ങനെ 3-ലോട്ട് വന്നു, 3-ൽ നിന്ന് 6-ലോട്ട് വന്നു, വീണ്ടും 9-ലോട്ട് അങ്ങനെ കറങ്ങി ഇപ്പൊ 12-ലെത്തി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു, പിന്നെ പുറത്തോട്ട് വന്നു, വീണ്ടും 12-ലോട്ട് വന്നു, വീണ്ടും പുറത്തോട്ട് വന്നു, വീണ്ടും 9, 3, 6 അങ്ങനെ എഴുതാം. അങ്ങനെ സങ്കല്പിച്ച് എഴുതി നോക്കി. അപ്പൊ അങ്ങനെ ശരിയായിക്കോളും. ഇതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റ്. റൗണ്ട് റൈറ്റ് വട്ടത്തിൽ വരക്കുക. ക്ലോക്ക് കറങ്ങുന്ന പോലെ വട്ടത്തിൽ വരച്ച് പഠിക്കുക. വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട് അല്ലേ? സാറില്ല, ആദ്യമായിട്ട് എഴുതുമ്പോ അങ്ങനെയൊക്കെയാണ്, പിന്നെ അങ്ങനെ ശരിയാവും കേട്ടോ. നമുക്ക് എന്നും ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ ഇനി ഒന്ന് എഴുതി നോക്കി, നോട്ട് ബുക്കിൽ എഴുതി നോക്കി. പെൻസില് നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് ബുക്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ 8-ാമത്തെ 9 ആവും ചിലപ്പോ. Very right. Like this. Yes, but it doesn't look like anything. 9 ആണ് അല്ലേ? Yeah, it start from start from this line. Yes. Go that way down. Make a circle. No. Yes. കഴിയുന്നുണ്ടോ? From here. And put it down. മറ്റ് 4 പേര് എവിടെ പോയി? മറന്നോ? അബ്രാം, ആദം. Okay. Now. പുറത്തേക്ക് പോരുത്. ഉള്ളിലെ Yes. start from here. Yes. Go down. Make a circle. ഇന്ന് ദാനിയനെ കാണാനില്ലല്ലോ. ദാനിയ എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ. Again make പോരുത്. From here like this. Understood? Okay. Right from make a Ew. circle. Yeah. Maria. Again make the circle. You have to touch both the lines. ആയിഷ എഴുതി കഴിഞ്ഞ? Okay. ആയിഷ ആയിഷ പോയാ? You touch the line. ആയിഷ ബുക്ക് എടുക്കാൻ പോയതാ. ഓക്കെ. ആയിഷക്ക് ടെക്സ്റ്റ് കിട്ടിയാ? ഇല്ലല്ലോ. ഇല്ല അല്ലേ? അപ്പൊ നോട്ട് ബുക്ക് റെഡിയാക്കി വെച്ചിട്ടില്ലേ ആയിഷ? അത് എടുത്തു വെച്ചോള്. ലൈനില്ലാത്ത ബുക്ക് എടുത്തു വെച്ചത്. ആ അല്ലാ, ലൈനിൽ തന്നെ എഴുതാൻ നിങ്ങൾ പെടാപ്പാട് പാടുന്നുണ്ടാവും. പിന്നെ എങ്ങനെ ലൈനില്ലാണ്ട് എഴുതാ? എന്നിട്ട് ലൈനിട്ട് കളിക്കാനാ ഇപ്പം വരുമ്പോ. Take your hand. Okay. Adjust your hand like that. Okay. Go out. What? Continue. Okay. Don't go outside. Okay. And now there will be the circle. Oh. We have to control. Control your Sorry. yeah. That's the top line. Don't go outside. അങ്ങട്ടല്ല മാവേ, അവിടെ നിന്നിട്ടാണേ.
എന്താ പോവാൻ ചെയ്തേ? One more line start. Okay. From here. Start. No, start from here. Where I kept. Yeah. Yeah. Go down the circle. Make the circle. We have to cut the top line. Yeah. Come from inside. Yes. Okay. One second. Pencil. Yeah. Ish. Okay. Okay. ഓക്കെ കഴിഞ്ഞു Top part. എഴുതിയത് 82. ഉറക്കെ പറയും That's മാം പറയും. 80. നേരെ കഴിയും. മാം എഴുതിയെന്ന് പറയാം ഉറക്കെ പറയും 80. പറയും മാം Man, 80. എഴുതി പറയും One circle shape. 82. Your position. Is it the last one? Yeah. Done. Oh no, you have to complete this line. Read that line. It must be circle. അതാണ് അയിന മൈക്ക് ഓഫ് ആയിരുന്നു. സോറി അയിന കാണിച്ചോണ്ട എഴുതിയത് കാണിച്ചോണ്ട Make it a circle. മൈക്ക് ഓഫ് ആയിരുന്നു. അതാണ് സംഭവം. നോക്കട്ടെ കാണുന്നില്ല. ഒന്നും കൂടി കുറച്ചും കൂടി അടുത്തേക്ക്. ഞാൻ സ്ക്രീന് വലുതാക്കിയിട്ടും കാണുന്നില്ലല്ലോ. മാഷാഅല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നന്നായി എഴുതിയിട്ടുണ്ട്. മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ, ഇനി അത് മതി. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലോട്ട് പോവാം കേട്ടോ. ഞാൻ മറ്റേടതും കൂടി ഒന്ന് നോക്കട്ടെ. ഇനി ആരാ എഴുതി? പിന്നെ വരുന്നുണ്ടല്ലോ. ഒന്ന് കാണിച്ചെന്നേ. ഓക്കെ ഒന്നും കൂടി അടുത്തേക്ക്. മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്ക്. ഉഷാറായിട്ട് എഴുതിക്കണം. അങ്ങനെ തന്നെ എഴുതുക. റൗണ്ട് ആയിട്ട് മാഷാഅല്ലാ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. മാഷാഅല്ലാ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. മാഷാഅല്ലാ. ജുവൈരിന്റെ കഴിഞ്ഞോ? കഴിഞ്ഞ. ജുവൈരി കഴിഞ്ഞത്. ഇനിയിപ്പോ ആയിഷ ഞാൻ നോക്കി പേര് മാറിപ്പോയതാ. ഓക്കെ, സ്പോട്ട്ലൈറ്റ് ഫോർ എവരിവൺ. നിക്കട്ടെ, ഞാൻ ജുബൈരിന്റെ ഇതിന്റെ അടുത്തോട്ടൊന്ന് വരട്ടെ. അല്ല, ജുവൈരി അല്ല, ആയിഷന്റെ. ഒരു മിനിറ്റ് എന്നിട്ട് കാണിച്ചു തന്നാ മതി. ഒന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. കാണുന്നില്ലല്ലോ. സ്പോട്ട്ലൈറ്റ് ഫോർ എവരി മതിയോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഇനി ആയിഷ ഒന്ന് കാണിച്ചു തന്നെ. ആയിഷ കാണിച്ചുണ്ടോ? അതെന്താന്നറിയോ, അത് ഒരുപാട് സ്ക്രീനിലുള്ളതുകൊണ്ട് നിങ്ങളടുത്തേക്ക് എത്താൻ വൈകിയതാ. നോക്കട്ടെ. ഓ മാഷാഅല്ലാ മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിക്കണം. എല്ലാരും വളരെ പെട്ടെന്ന് തന്നെ എഴുതിക്കണം. മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇനി നമുക്കത് പിന്നെ അത് നമുക്ക് നോട്ട് ബുക്കിൽ ആ 9 വരിയിലും എഴുതിയിട്ട്
അയച്ചു തരണം കേട്ടോ. ഇനി നമുക്ക് അക്ഷരം പഠിക്കാം. അടുത്ത പേജ് വേണ്ട, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ മീറ്റിങ്ങിലോട്ട് അല്ല സ്ക്രീനിലോട്ട് പോവാട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇത് കഴിഞ്ഞു. ഇത് നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എല്ലാരും എഴുതിയത് ഏകദേശം ക്ലിയർ തന്നെയാണ്. ഇനി എനിക്കൊന്ന് അയച്ചു തന്നാ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജില് ഇനി നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാം. ഈ പേജിൽ തന്നെ എഴുതി പഠിക്കാം നമുക്ക്. ഓക്കെ, അക്ഷരങ്ങൾ നമുക്ക് ഈ പേജിൽ തന്നെ എഴുതി പഠിക്കാം കേട്ടോ. ഇത് എത്രാമത്തെ പേജായിരുന്നു? അല്ല, നമുക്ക് ഒരു ഷേപ്പും കൂടി ഉണ്ട്. 10ാമത്തെ പേജിൽ ഒരു ഷേപ്പും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് 10ാമത്തെ പേജിൽ ഒരു ഷേപ്പും കൂടി ഉണ്ട്, അതും കൂടി പഠിക്കാം. അത് ഞാൻ മാറിപ്പോയി. വീണ് ബുക്ക് ഞാൻ അപ്പൊ കൊപ്പില്ല സുണ്ടില്ലേ മാഷല്ലാ പൈസ എടുക്കണ്ടേ? പൈസ ഇതല്ല മിസ് ഒരു പൈസ നമ്മള് ഇന്നലെ എഴുതി പോലെ മാഷല്ല ഇതെങ്ങനെ ചെയ്യാ? സംഭവം ഞാൻ പറയണ കേൾക്കണില്ല, മൈക്ക് ഓഫാണ്. അത് ഇവിടെ സംസാരിക്കുമ്പോ ഓഫ് ചെയ്യണതാ, നിങ്ങൾ ഓർമ്മപ്പെടുത്തണം കേട്ടോ. അതിനാ സംസാരിക്കല്ലേ, ഞാൻ എന്നോട് മുണ്ടല്ലേ പറയുന്നുണ്ട്, പക്ഷെ എന്റെ മൈക്ക് ഓഫ്, അതാണ് സംഭവം. അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ നമുക്കിനി ഓവൽ ഷേപ്പ് പഠിക്കല്ലേ. നമുക്കൊരു ഷേപ്പും കൂടി ബാക്കി ഉണ്ടായിരുന്നു, റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ്. നമ്മൾ ഓവൽ ഷേപ്പില് ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ അറബി അക്ഷരങ്ങളിൽ ഓവൽ ഷേപ്പ് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാ. അപ്പൊ ബിസ്മില്ല, നമ്മൾ ഓവൽ ഷേപ്പ് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. ഞാനിപ്പോ അവിടെ സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ച് നടുവെന്ന് വരക്കുന്നത്. നിങ്ങൾ ആദ്യം മുതൽ മാർജിന്റെ അവിടെ മുതൽ വരച്ചു തുടങ്ങണം. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരക്കുക, എന്നിട്ട് അതിന്റെ വാല് ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും ഒന്ന് വരക്കുക, അതിന് കുറച്ച് വാല് പുറത്തോട്ട് കൊണ്ടുവരിക, വീണ്ടും ഒന്ന് വരക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് വാല് പുറത്തോട്ട്, അങ്ങനെ ഓവൽ ഷേപ്പുകൾ വരക്കുക. എന്നോട് ചോദിച്ചാ എന്താ ചോദിച്ചേ? ഇല്ല, ഓക്കെ. അപ്പൊ ഇതിലോട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെ ഓവൽ ഷേപ്പ്
തുടർച്ചയായിട്ട് ഓവൽ ഷേപ്പ് വരക്കുക. ഫോണിൽ കളിക്കുന്നുണ്ടോ ആയിഷ? ഇതിൽ ശ്രദ്ധിക്കുക, ഫോണിൽ സ്ക്രീനിൽ കളിക്കല്ലേ കേട്ടാ. ഇങ്ങനെ ഇങ്ങനെ ഓവൽ ഷേപ്പ് വരക്കുക. ഇതോടുകൂടി നിങ്ങൾ ഈ വര കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ അക്ഷരം പഠിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്ന് വലത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വരച്ച് പോരുക. ഇങ്ങനെ വരച്ച് ഇത്തിരി വാല് പുറത്തോട്ട് വേണം കേട്ടോ. ഇങ്ങനെ 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 ഈ തലവരെ വരക്കുക. റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. വീണ്ടും 2 വര വിട്ടിട്ട് മൂന്നാമത്തെ ലൈനിൽ ഇങ്ങനെ വന്നിട്ട് ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വന്ന് പുറത്തോട്ട് വന്ന് വീണ്ടും ആ ഷേപ്പിൽ ഇങ്ങനെ വന്ന് പുറത്തോട്ട് വന്ന് വീണ്ടും ഓവൽ ഷേപ്പിൽ ഇങ്ങനെ പുറത്തോട്ട് വന്ന് വീണ്ടും ജുവൈരക്കും മനസ്സിലാവുണ്ടാ? ഓക്കെ, മാഷാഅല്ലാ. അപ്പോ റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. നേരത്തെ നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചു, ഇപ്പൊ ഓവൽ ഷേപ്പ് വരച്ചു. അതിനു മുമ്പ് നമ്മൾ കുഞ്ഞി തോണി വരച്ചു, പിന്നെ കുറേ തോണികൾ വരച്ചു. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അക്ഷരം പഠിക്കും കേട്ടോ ഇൻഷാല്ലാ. Yeah, but don't touch. And you cannot go outside the line. So don't touch. The shapes. അതിന് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചാളെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ചിലപ്പോ ഓവൽ ഷേപ്പ് വേറെ കുളത്തിലൊക്കെ പോകുന്നുണ്ടല്ലേ. ഓക്കെ, ഏകദേശം മനസ്സിലായില്ലേ ഓവൽ ഷേപ്പുകൾ? ഒന്ന് വരച്ചു നോക്കിനി. ആദ്യത്തെ 2 വരിയിൽ വരച്ചാൽ മതി കേട്ടോ. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിച്ചോളി കേട്ടോ. നമ്മുടെ ഉസ്താദ് പറഞ്ഞിരിക്കണ ഇടക്ക് വെള്ളം കുടിച്ചാൽ നമുക്ക് ബുദ്ധി കൂടുന്നു പറഞ്ഞിരിക്കും. അതാണ് ടീച്ചർ ഇടക്ക് വെള്ളം കുടിക്കുന്നത്, ബുദ്ധി കൂടാൻ. നിങ്ങളും കുടിച്ചോളി കേട്ടോ. ആയിഷന്റെ മുഖം കാണില്ലല്ലോ. ക്യാമറ ഒന്നും കൂടി ക്ലിയർ ആക്കി വെക്കും, കുറച്ച് താത്തി വെക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 3 പേര് തന്നെ ഉള്ളു ഇവിടെ. വേറെ ആരോ ഒരാളും കൂടി ഉണ്ടെന്നല്ലോ. താനിയ വന്നിട്ടില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ബാച്ചാക്കിയാൽ മതിയല്ലോ. സംശയമുള്ളവർ ഞാൻ എഴുതണം നോക്കിക്കോളിണ്ട് കേട്ടാ. ഉണ്ട്.
ഓക്കെ, എന്തായി? ജോയിര് പോയാ? പറയുന്നുണ്ടല്ലോ, ഒരു എഴുതാണ്. No video participants. നോക്കണ്ടേ? എല്ലാവരും കിട്ടാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ഇതുവരെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. കഴിഞ്ഞോ? സമയം ഒരുപാടായി. എന്റെ കയ്യില് കാണിച്ചുകൊണ്ടാ? കാണിച്ചോണ്ട് ആയിഷനെ കാണിച്ചോണ്ട? ക്ലാസ് പോയി. ആയിഷ അത്ര അടുത്തേക്ക് വെച്ചപ്പോ കാണുന്നില്ല. നോക്കട്ടെ, അതിനും ആയിഷന്റെ ഒന്ന് നോക്കട്ടെ. കാണുന്നില്ല. അത് ക്യാമറ അങ്ങനെ ആയതുകൊണ്ടേ. ഓക്കെ, ഓക്കെ, ഇനി ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ. ഇത് മറ്റേതാണ്, ഇതല്ല ഇപ്പൊ എഴുതിയത്. അടിയിൽ. മാഷാഅല്ലാ മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ മാഷാഅല്ലാ. ആയിഷ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനും ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അതിനും നോക്കട്ടെ. ഓക്കെ, ഒന്നും കൂടി അടുത്തിട്ടു. ഓക്കെ മാഷാഅല്ലാ മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടി ചെരിയണം എന്നുള്ളൂ. അത് ഇനി അടുത്തത് എഴുതുമ്പോ ശരിയായിക്കോളൂ കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി എഴുതി തരുന്നുണ്ട്. ഇനി ആരാ? ജുവൈരിയുണ്ട് കഴിഞ്ഞാ? It's okay. എന്നിട്ട് ഒന്നും കൂടി. ഓക്കെ മാഷാഅല്ലാ മബ്രൂക്ക്. ബറക്കല്ലാഹു ഫീക്കും. ഉഷാറായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് അക്ഷരങ്ങളിലോട്ട് പോവാം. അപ്പൊ നമ്മള് ഇതിന് ഈ ഭാഗം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഈ ഭാഗം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആദ്യം ഇത് പഠിച്ചു. ഒരു മിനിറ്റ്. ആദ്യം നമ്മള് തോണി പഠിച്ചു. പിന്നെ നമ്മള് ഒരുമിച്ച് തോണി വരക്കാൻ പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മള് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് പഠിച്ചു. ഇങ്ങനെ വന്നിട്ട്
ഇങ്ങനെ വന്നിട്ട് വീണ്ടും റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് വീണ്ടും റൗണ്ടിലായിട്ട് ഇങ്ങനെ പഠിച്ചു അല്ലേ? പിന്നെ ലാസ്റ്റ് നമ്മള് ഓവൽ ഷേപ്പ്, കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ്. ഒന്നും ചെരിച്ചിട്ടാണ് കേട്ടോ, മേലക്കല്ല കേട്ടോ, ചെരിച്ചിട്ട് ആണ്. Planting. ഒന്നുകൂടെ വേറെ തരാം. ഇത്തിരി ചെരിഞ്ഞിട്ട് ഇങ്ങനെ മേൽഭാഗത്തേക്കല്ല, ഈ സൈഡിലോട്ട് ഇത്തിരി ചെരിഞ്ഞിട്ടാണ് ഓവൽ ഷേപ്പ് കേട്ടോ. It's okay. ഓക്കെ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് എനിക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യണ്ട, അതിൽ അയച്ചാൽ മതി കേട്ടോ. മെസ്സേജ് ഞാൻ നോക്കിക്കൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അത് കഴിഞ്ഞില്ല, ആ 4 ഷേപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് അക്ഷരം പഠിക്കാം. ഓക്കെ, അത് ഞാൻ ഇതിൽ തന്നെ എഴുതാം കേട്ടോ. ഇനി നിങ്ങൾ അടുത്ത പേജിൽ എഴുതണ്ട, അവിടെ നമ്മളൊന്ന് നല്ലോണം പഠിച്ചതിന് ശേഷം ഒരു 3-4 അക്ഷരം ഒരുമിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ അതിൽ എഴുതാം കേട്ടോ. അതുവരെ നിങ്ങൾ ഇതിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ, ഈ ഭാഗത്ത് തന്നെ. പിന്നെ പെൻസിൽ കൊണ്ടല്ലേ നമുക്ക് മായ്ക്കാലോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ചെറിയ തോണി വരച്ചില്ലേ ഇങ്ങനെ, ഇതൊന്ന് സൂം ആക്കി തരാം അല്ലേ, ഒന്നും കൂടി സൂം ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം വരച്ച തോണി നമ്മളൊന്ന് വരക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ എഴുതരുത് കേട്ടാ. തോണി വരച്ചില്ലേ, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഡോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ ഇത്തിരി ചെരിഞ്ഞിട്ട് ഒരു വര വരക്കുക. അപ്പൊ അതെന്താ വായിക്കുക? ബ. ബ എന്നുള്ള അക്ഷരാണ് ഇപ്പൊ നമ്മൾ എഴുതിക്കണം. അറബിയില് ബ എന്നുള്ള അക്ഷരാണ് എഴുതിക്കണം. മൈക്കോണല്ലേ? ഓക്കെ, മൈക്കോണാണ്. അപ്പോ ഒരു തോണി വരച്ചിട്ട് അതിന്റെ അടിയിൽ ഡോട്ട് ഇട്ടാല് എന്താ വായിക്ക? ബ. എന്താണ് ബ? അപ്പൊ ഒരു തോണി വരച്ചിട്ട് അതിന്റെ അടിയിൽ ഡോട്ട് ഇട്ടിട്ട് അതിന്റെ മേൽഭാഗത്ത് ചെരിഞ്ഞൊരു കുഞ്ഞി വര വരച്ചാല് അത് അറബിയിലെ ബ എന്നുള്ള അക്ഷരാണ് കേട്ടോ. ബ. ബ ഇപ്പൊ എഴുതണ്ട, അപ്പൊ നമുക്ക് അക്ഷരം പഠിക്കാം കേട്ടോ. മേലെ ഒരു വരട്ടാല് എന്താ വായിക്ക? അപ്പൊ ബ എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അടിയില് ഡോട്ട് കണ്ടാൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കണം അത് ബ ആണ്, ബ എന്നുള്ള അക്ഷരാണ്. അപ്പൊ അതിന്റെ മേലെ ഒരു കുഞ്ഞു വര വരച്ചാല് ബ എന്ന് വായിക്കും. ഓക്കെ, ബ വായിച്ചാല് വായിച്ചോ? ഈ മുകളിലുള്ള വരയാണ് അതിന് സൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അതിന്റെ വവൽ സിമ്പലാണ് മുകളിലുള്ള വര. മലയാളത്തിൽ അതിന് അകാരം എന്ന് പറയും. ആ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കണ, ആ എന്നുള്ള സൗണ്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞു വരയാണത്. അതിന്റെ മുകളിൽ വര ഇട്ട് കഴിഞ്ഞാല് ബ വായിക്കും. അപ്പൊ അത് എവിടെ കണ്ടാലും ഇനി മനസ്സിലാവൂലേ എന്താണ്? ഓക്കെ, ബ. ഓക്കെ, ബ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഒരു തോണിയും കൂടി വരക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡോട്ട് മുകളില് 2 ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ വായിക്ക? ത. ഓക്കെ, ത. ത പറയുമ്പോ ത പറയരുത് കേട്ടോ. ബ പറയുമ്പോ ബ എന്ന് പറയുന്നത്. അപ്പൊ 2 ബ ആയിപ്പോയി. അതേപോലെ ബ എന്ന് പറയരുത്. ഇതെന്താണ്? 2 ഡോട്ട് മുകളിലും ഒരു ചെരിഞ്ഞ വരയിട്ടാല് ത. മലയാളത്തില് അറബിയിലെ ത എന്നുള്ള അക്ഷരാണ് നമ്മളിപ്പോ എഴുതിയത് കേട്ടോ. അപ്പൊ ത എന്നുള്ള അക്ഷരത്തെ ത എന്ന് പറയാ. ബ എന്ന് പറയുമ്പോ ജോയിരൊക്കെ ഉറക്കം വരണ്ട, എന്നാ വേഗത്തിരി വെള്ളം കുടിച്ചോ. ഓക്കെ, അപ്പൊ ത ബ പഠിച്ചു, ത പഠിച്ചു. ത നമുക്ക് ഒന്നും കൂടി ഒക്കെ പഠിക്കാം കേട്ടോ. ഒരു
തോണി വരച്ചു, മുകളിൽ 2 ഡോട്ട് ഇട്ടു, അതിന്റെ മുകളിൽ കുഞ്ഞു വര വരച്ചു. അപ്പൊ അതാണ് താ. താ. ഓക്കെ, താ നീട്ടണ്ട, താ. താ എങ്ങനെ പറയാ? താ എന്ന് പറയുമ്പോ നമ്മുടെ നാവിന്റെ തുമ്പ്, അത് ഞാൻ സ്ക്രീന് വലുതാക്കി കാണിച്ചു കേട്ടോ. നാവിന്റെ തുമ്പ് നമ്മളെ മുന്നിൽ മുൻഭാഗത്തെ പല്ലില്ലേ, ഈ പല്ലിന്റെ മുളക്കുന്ന ഭാഗത്ത് തട്ടു, ഉൾഭാഗത്ത്. അതാണ് ത. ഓക്കെ. അപ്പൊ നമുക്ക് കുറെ പ്രാവശ്യം താ എഴുതി പഠിച്ചു നോക്കാം. അപ്പൊ നമ്മൾ 2 അക്ഷരം പഠിച്ചു. ഇപ്പൊ തോണി പഠിച്ചത് എന്തിനാ മനസ്സിലായില്ലേ? അപ്പൊ മുകളില് 2 ഡോട്ട് ഇടണം, എന്നിട്ട് അതിന്റെ മുകളില് ഒരു കുഞ്ഞു വര. വര വരക്കുമ്പോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല കേട്ടോ, ഇങ്ങനെയല്ല, തിരിച്ചെരിഞ്ഞു വെക്കണം. പിന്നെ നല്ല കുത്തനെയല്ല വരക്കുക, നല്ല കുഞ്ഞതുമല്ല. ഓക്കെ. ഓക്കെ, ഇതുപോലെയാണ് വെക്കാറ്. ഇതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, ഇങ്ങനെ വരച്ചാലും തെറ്റാണ്. ഇന്റർനെറ്റ് കണക്ഷൻ പോകും. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. നമ്മള് ഒരു കുഞ്ഞി തോണി വരച്ച് ഞാൻ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. സ്ക്രീനും പോയിണ്ട് തോന്നുന്നു. പോയില്ലേ? അല്ല, ഹലോ ടീച്ചർ. ഹലോ മാം, ഓഡിബിൾ അല്ല കേട്ടോ. ഇത് കുട്ടിയാണ്. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കാം. കേൾക്കാം. അതിനടുത്ത് അതിന്റെ നെറ്റ് കഴിഞ്ഞത്, അത് വേറെ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ഓക്കെ. അപ്പൊ ശരിയായി. ഒന്ന് മുഖം കഴുകി വെള്ളം കുടിച്ചാൽ മതി. ഇത്തിരി ഇപ്പൊ കഴിയും കേട്ടോ. നമ്മള് അക്ഷരം പഠിക്കണ്ട, ഒരു 2 അക്ഷരം കൂടി പഠിച്ചാൽ കഴിയും. എടുക്കണ്ട.
ഓക്കെ, ഇപ്പൊ ശരിയായി, ഇപ്പൊ ക്ലിയർ ആയില്ലേ? സ്ക്രീൻ കാണുന്നില്ല നിങ്ങൾക്ക്? ആ ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാന് കൂടി പഠിക്കാം. ഇങ്ങോട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കൂ. ജുവൈരിയ, ഇനി ഞാൻ എഴുതുന്ന എന്താന്ന് പറയോ? ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ ഓക്കെ, അടിയിലൊരു ഡോട്ട്. എന്താ വായിക്ക? ബാ, മാഷാഅല്ലാ, ബറക്കല്ലാ. അയിനും എന്താണ്? മാഷാഅല്ലാ, നമ്മൾ ഏതക്ഷര പഠിച്ചത്? അടിയില് ഡോട്ട് കണ്ടാല് അത് ബ എന്ന അക്ഷരത്തിന്റെ അടയാളം എന്താണ്? അടിയിൽ ഡോട്ട് ഇടുക, മേലെ ഒരു ചെരിഞ്ഞ വര വരയ്ക്കുന്നത്. ബ. ഓക്കെ, ബ എവിടെ കണ്ടാലും മനസ്സിലാവണം കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ എഴുതുമ്പോ അതിന് ഇവിടെ നോക്കാം, അവിടെ സംസാരിക്കല്ലേ, ഇങ്ങനെ എഴുതരുത്. അതേപോലെ അടിയിലാക്കിയിട്ട് എഴുതരുത് കേട്ടോ. ഇതേപോലെ എഴുതുക. അതേപോലെ ഇനി അടുത്ത ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടാൽ എന്താ വായിക്കുക? ഓക്കെ. ജുവൈരിയ, ഓക്കെ. അയിനും ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ 2 അക്ഷരം പഠിച്ചില്ലേ? 2 ഡോട്ട് ഇട്ട്. അപ്പൊ താന്റെ അടയാളം എന്താണ്? മുകളിൽ 2 ഡോട്ട്. ബാന്റെ അടയാളം എവിടെയാണ് ഡോട്ട്? ചിരി വരുന്നുണ്ടോ? താന്റെ ഡോട്ട് എവിടെയാ? ഇന്ന് കുത്താണ്. കുത്ത് എവിടെയാണ്? മേലെ. ഓക്കെ. ഒക്കെ ഞാൻ എഴുതുമ്പോ ഇങ്ങനെ പറയട്ടോ, എന്താ ഞാൻ എഴുതണേന്ന് പറയണേ. ഞാൻ എഴുതുമ്പോ തെറ്റുണ്ടോ നോക്കിക്കോളി. കുത്ത് എവിടെ ഇടുന്ന ഒക്കെ നോക്കിട്ട് പറയണേ. ഇപ്പൊ ഏതാ എഴുതിയേ? ഇനി ഞാൻ എഴുതണ എന്താ വായിക്കോ? മേലെ 2 ഡോട്ട് ഇട്ടു, മേലെ ഒരു വര വരച്ചു. എന്താ വായിക്ക? അതിനും പറയൂ. ജുവൈരി എന്താ മുണ്ടാത്തെ? അടിയിൽ ഡോട്ട് ഇട്ടു, അപ്പൊ എന്താ വായിക്ക? സ്ക്രീന് വലുതായിട്ട് കാണുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ. ഇതെന്താവും അപ്പോ? അടിയിലൊരു ഡോട്ട്, മേലെ വരട്ടപ്പോ ബാ. മാഷാഅല്ലാ. മേലെ 2 വരട്ടപ്പോ താ. ഓക്കെ. ഇനി നമുക്ക് ഒരക്ഷരം കൂടി പഠിക്കല്ലേ? മതിയായോ? ഇനി നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ് ഉള്ളൂ. ഒരക്ഷരം കൂടി പഠിച്ചാലോ? ഓക്കെ. ആയിഷക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അതേപോലെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരക്ഷരം. തോണി വരക്കുക. 1 2 3 കുത്തിടുക. അപ്പൊ എന്താ വായിക്ക? 3. എങ്ങനെ പറയാ? നമ്മളെ ഈ നാവിന്റെ തുമ്പ്, ഈ മുൻഭാഗത്തെ പല്ലിന്റെ, ഞാൻ പറയുന്ന കേൾക്ക്. അതാ അവള് നാവൊക്കെ പുറത്തെത്തിക്കുന്നു. അപ്പൊ അയിനും നിങ്ങള് ശ്രദ്ധിക്കും. ഈ നാവിന്റെ തുമ്പ്, ഈ മുൻപല്ലിന്റെ അതിലൂടെ ഇത്തിരി പുറത്തോട്ട് പോട്ടോ. അങ്ങനെ പേപ്പറൊക്കെ പിടിച്ചാലേ ഇങ്ങനെ കാറ്റ് പുറത്തോട്ട് പോകും. നമ്മൾ കയ്യിലൊരു പേപ്പറൊക്കെ പിടിച്ചു നോക്കിയാൽ പറയുമ്പോ ആ കാറ്റ് കൊണ്ട് അത് പുറത്തു പോകും. കാറ്റ് പുറത്തോട്ട് പോട്ടോ. 3 dot.
ത. ta, അതിനും ഉമ്മച്ചിനോട് ഇത് കഴിഞ്ഞിട്ട് വർത്താനം പറയേ. ഇപ്പൊ ഈ ടീച്ചർ പറയുന്ന കേട്ട് ഇവിടെ സംസാരിക്കും ട്ടാ. ത, sa, സ. ആ. സാന്റെ ഡോട്ട് എങ്ങനെ എഴുതാന്നറിയോ? ആദ്യം ഒരു ഡോട്ട്, പിന്നെ അടുത്ത് തന്നെ ഒരു ഡോട്ട്, അതിന്റെ തൊട്ട് മേലെ ഒരു ഡോട്ട്. ഓക്കെ, like this one. എങ്ങനെ? ദാ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഡോട്ട് വരിക. ഇവിടെ ഇവിടെ മേലെ. ആ, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ത മാത്രം എഴുതുമ്പോ ഇവിടെ ഇവിടെ അങ്ങനെ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എന്താണ്? ഹ. ഓക്കെ, ത. ഇനി സ്ക്രീനിൽ ഞാൻ വരുന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞുതരാം കേട്ടോ. ത. Ta, ഓക്കെ, purple, ഇത് നമുക്ക് എഴുതാം കേട്ടോ. ത. ത. ta, ഇത് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങളൊന്ന് പരിചയപ്പെട്ടോളൂ കേട്ടോ. എന്നിട്ട് ഞാനത് എങ്ങനെയാണ് ഇതിന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എഴുതണ്ട കേട്ടോ. നിങ്ങൾ പിന്നീട് എഴുതി പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോ ഒരു മിനിറ്റ്. ഇതെന്താ വായിക്ക? ഇതെന്താ വായിക്ക? ഓക്കെ. ഇല്ല. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. അടിയിൽ ഡോട്ടും മേലെ ഒരു കുഞ്ഞു വരയിട്ട് എന്താ വായിക്ക? ബ. ബ. രണ്ട് ചുണ്ടും കൂട്ടിട്ട് എന്താണ്? ബ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ബ. ജുവൈരി ഉറങ്ങിപ്പോയാ? പറയേ. ബ. ഓക്കെ, അടുത്ത് നമ്മള് ഒരു തോണി വരച്ചു. മേലെ രണ്ട് ഡോട്ട് ഡോട്ട് പറഞ്ഞ കുത്തിട്ടോ. ആരെ കുത്ത് പറഞ്ഞ? രണ്ട് കുഞ്ഞ് കുത്തിട്ട. ജുവൈരി എന്ത് പോയി? ഉറക്കം വന്നോ? ഇപ്പൊ കേട്ടോ. അപ്പൊ എന്താണ്? ത. രണ്ട് ഡോട്ടും ഒരു കുഞ്ഞു വരയിട്ടാല് അതിന് ഫതഹ് എന്ന് പറഞ്ഞ അത് നിങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ. മലയാളത്തില് അതിന് അകാരം എന്ന് പറയും. വലിയ കണ്ണാക്കിക്കണല്ലോ ആയിഷ. അപ്പൊ അകാരം പറയും. അപ്പൊ മേലെ രണ്ട് കുത്തും ഒരു കുഞ്ഞു വരയിട്ടാല് ത. അതേപോലെ തോണിന്റെ മേലെ 3 ഡോട്ടും ഒരു വരയിട്ടാൽ എന്താണ്? സ. എന്താണ്? സ. അപ്പൊ ബ. ഫോൺ ഓരോ സ്ഥലത്ത് വെക്ക്, അതുകൊണ്ട് കളിക്കണ്ട കേട്ടോ. ബ ത സ. ബ ത സ. ഓക്കെ, ഇന്നലെ നമ്മൾ ഒരുപാട് വൈകിട്ടാണ് തുടങ്ങി. നമ്മൾ നേരത്തെ നിർത്തും ചെയ്തു. അപ്പൊ 5 മിനിറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരാഴ്ച ഒഴിവല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ബ ത സ. ബ ത സ. അതൊന്നും കൂടി എഴുതി തരണോ? അത് പറയാ വേണ്ടേ? ഞാൻ ഒന്നും കൂടി എഴുതി തരാം കേട്ടോ. എല്ലാം ഒന്ന് എഴുതി തരാം. നാളെ ഹോംവർക്ക് ആയിട്ട് എഴുതണം കേട്ടോ. എല്ലാരും എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതിൽ നോക്ക്. ആദ്യം പഠിച്ചത് ബ. പോയി. ആദ്യം പഠിച്ചത് അടിയിലൊരു ഡോട്ട്, മേലെ ഒരു കുഞ്ഞു വര ചെരിച്ചിടണം കേട്ടോ. ബ. ബ. ഇങ്ങനെ. ഇത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി അയച്ചാൽ മതി കേട്ടോ. അത് ഒരുമിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം ആ ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ അതിന് വേറെ കോളമില്ലല്ലോ. അപ്പൊ തൽക്കാലം നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി അയച്ചോളി. ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി അയച്ചാൽ മതി. നിങ്ങൾക്ക് നല്ലോണം പഠിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പിലിടാം കേട്ടോ. ഇനി അടുത്തത് ബ പഠിച്ചു. ഇനി അടുത്തത്
ഇപ്പൊ ആദ്യം നമ്മൾ ബാ എഴുതി, പിന്നെന്താണ് താ എഴുതി, 2 ഡോട്ട് മേലെ വരെ. അത് എവിടെ കണ്ടാലും താന്ന് വായിക്കണം കേട്ടോ. മുകളിൽ 2 ഡോട്ട് ഇട്ടാൽ എവിടെ കണ്ടാലും അത് താ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതേപോലെ മുകളിൽ 3 ഡോട്ട് ഇട്ടാൽ അതെന്താണ് പറയും? താ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബ ത സ. ഓക്കെ, അള്ളാ ജുവൈരി ഉറങ്ങിക്കണം. എന്നാ ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഇനി നമ്മള് എല്ലാരും ഹോംവർക്ക് എഴുതിയിട്ട് അയക്കണം കേട്ടോ. ഇതുവരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും അയച്ചിട്ടില്ല. ഓക്കെ, നാളെ മുതൽ നിങ്ങൾ പഠിച്ച് അയച്ചു തുടങ്ങണം കേട്ടോ. 2-3 പേജൊക്കെ ഇല്ലേ, അപ്പൊ ഓരോ ദിവസം ഓരോ പേജായിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതിനു മുമ്പ് നല്ല ഉഷാറായിട്ടൊക്കെ പഠിച്ചു വരൂലേ? മറക്കൂല വരുമ്പോഴ്? ഓക്കെ 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 ഓക്കെ. എന്നാ ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാം Waalaikumsalam. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ. Ma, 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 when? Enjoy.